ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കൗമാരോത്സവം ട്രെൻഡ് 2026 ദ്വിദിന ക്യാമ്പ് ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. ഉളിക്കൽ GHS വെച്ച് ഇപ്പോൾ കൗമാര ക്യാമ്പ് നടക്കുകയാണ്. 2025-26 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ക്യാമ്പാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർമാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ക്യാമ്പിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവരോട് നമുക്ക് ചോദിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷവും കുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വ്യക്തിത്വ വികസനം, ലീഡർഷിപ്പ്, അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് എന്നീ വിഷയങ്ങളിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഏകദേശം നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിലെ 37 അംഗനവാടികളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ഈ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. 100ഓളം കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ ക്യാമ്പിൻ്റെ 2ാം ദിവസവും കുട്ടികൾ ഇതിനെ നോക്കിക്കാണുന്നത്. കുട്ടികൾ എങ്ങനെയുണ്ട്? കുട്ടികളുടെ പങ്കാളിത്തം, കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യം ഇതൊരു പൈലറ്റ് സ്റ്റഡി എന്നുള്ള നിലയിലായിരുന്നു നമ്മൾ ഈ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 4ാം വർഷമാണ്. കുട്ടികൾ ക്യാമ്പിലേക്ക് എത്താൻ കുട്ടികൾ മത്സരമാണ്. ഓരോ വർഷം ചെല്ലുന്തോറും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടിക്കൂടി വരികയാണ് ഈ ക്യാമ്പിൽ. അപ്പോൾ എങ്ങനെ സപ്പോർട്ട് എങ്ങനെയാണ്? നമ്മുടെ പഞ്ചായത്തിൻ്റെയും മറ്റൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പ്? പഞ്ചായത്താണ് ഇതൊരു പ്രൊജക്റ്റായിട്ട് മാറ്റി ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ഭരണസമിതി അംഗങ്ങളാണ് ഇതിന് മുഴുവൻ നേതൃത്വം നൽകുന്നത്. കൂടാതെ ഞങ്ങളുടെ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന അംഗനവാടി ടീച്ചർമാരും ICDS സൂപ്പർവൈസറും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ കൂടെ ടീച്ചറുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ടീച്ചർ നമ്മുടെ ക്യാമ്പിനെ കുറിച്ച്? ക്യാമ്പ് ആദ്യ വർഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി ഉള്ള സമയത്ത് നമ്മുടെ പഞ്ചായത്തിലെ കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന നിലയിൽ സംഘടിപ്പിക്കാമെന്ന നിലയിൽ നമ്മൾ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പോവുകയും പ്രസിഡന്റ് ഏറ്റവും സന്തോഷത്തോടു കൂടി ആ പരിപാടി ഏറ്റെടുക്കുകയും നമ്മുടെ പഞ്ചായത്തിൽ ആ പരിപാടി നടത്താമെന്ന നിലയിൽ പഞ്ചായത്തിലെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ വർഷം ആ പദ്ധതി നടപ്പിലാക്കുക ചെയ്തത്. 2ാമത്തെ വർഷം മുതൽ നമ്മുടെ പ്രൊജക്റ്റായിട്ട് അംഗീകരിച്ചുകൊണ്ട് ക്യാമ്പ് സംഘടിപ്പിക്കുകയും പുറവേൽ സ്കൂളിൽ വെച്ച് നമ്മൾ 3 വർഷത്തെ ക്യാമ്പുകൾ നടത്തി. 4ാം വർഷം നമ്മൾ വൈത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ക്യാമ്പ് നടത്തുന്നത്. അപ്പം തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ വെക്കേഷൻ സമയങ്ങളിൽ ഇത്തരം ക്യാമ്പുകളൊക്കെ കൊടുക്കുന്നതാണ്. അതിലുപരിയായി പഞ്ചായത്ത് തലത്തിൽ നടത്തുമ്പോൾ എല്ലാ വാർഡിലെയും കുട്ടികൾ ഒരുമിച്ച് വരികയും അവരൊരുമിച്ച് കൂടുകയും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുട്ടികളെ ഗ്രൂപ്പ് തിരിച്ചിട്ടൊക്കെ നമ്മൾ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഒരു പരിചയമില്ലാത്ത കുട്ടികളെല്ലാം ഒരുമിച്ച് വന്ന് ഇവിടുന്ന് നല്ല സൗഹൃദത്തിലും കൂട്ടായ്മയിലും ഒക്കെ ആയി പോവുകയാണ്. ഇപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളെല്ലാം അണുകുടുംബങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കുട്ടികളാണ്. സ്കൂളുകളിൽ നിന്നുള്ളൊരു സൗഹൃദമല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല അവർക്ക്. അപ്പോൾ ഇത്തരം ക്യാമ്പുകളിലൂടെ കുട്ടികൾക്ക് അവരുടെ കലാപരമായ കഴിവുകൾ, കായികമായ കഴിവുകൾ, മറ്റ് സമൂഹത്തിൽ എങ്ങനെ ഇടപെട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള വളരെ വ്യക്തതയോടുകൂടിയുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ആ നിലയിൽ മാറാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാറുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഓരോ വർഷവും നമ്മൾ ക്യാമ്പുകൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കും കുറേ അനുഭവങ്ങളാണ്, കുട്ടികൾക്കും കുറേ അനുഭവങ്ങൾ നൽകാൻ വേണ്ടി ഇത്തരം ക്യാമ്പുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. കുട്ടികൾ ഇതിലേക്ക് താല്പര്യപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ ക്യാമ്പിൻ്റെ വിജയമെന്ന് പറയുന്നതും അതുതന്നെയാണ്, പാർട്ടിസിപ്പേഷനാണ്. ഇപ്പോൾ ഉളിക്കൽ പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള കൗമാര ക്യാമ്പിന്റെ 2ാം ദിനം ഇന്ന് ക്യാമ്പ് സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള കൗമാരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമ്പിനെ കുറിച്ച് അവരോട് ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പ്? ക്യാമ്പ് അടിപൊളിയായിരുന്നു. ഇങ്ങനൊരു ക്യാമ്പ് ഭയങ്കര ഹെൽപ്പാണ് കരിയർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും അല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനി ഇങ്ങനെ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താണ് ഈ ക്യാമ്പിന് ഇപ്പോൾ 2 ദിവസത്തെ ക്യാമ്പിന് ഇപ്പോൾ കഴിയുമ്പോൾ എന്താണ് കിട്ടിയത് പുതുതായി? എനിക്ക് സ്റ്റേജ് ഫിയർ പകുതി മാറി കിട്ടി. ആൻഡ് എന്താ പറയുക, പിന്നെ നമുക്കിനി ഇപ്പോൾ ഞാനിത് +2 വേണ്ടി ഇതുവരെ എന്താണ് എടുക്കേണ്ടതെന്നൊരു തീരുമാനം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ ആ സാറിങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് എന്താണ് എടുക്കേണ്ടതെന്നുള്ളൊരു ബോധം ഉണ്ടായി. ക്യാമ്പ് അടിപൊളിയായിരുന്നു. പറയാനായിട്ടുള്ളത് പല ആൾക്കാർക്കും ഒരവടത്തിൽപ്പെട്ട എങ്ങനെ രക്ഷപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇരിട്ടി ഫയർഫോഴ്സിലെ സാറായ സുമേഷ് ലാൽ സാറ് വന്ന് ക്ലാസ് എടുത്തു. CPR എങ്ങനെ കൊടുക്കണം, ചോക്കിങ് എന്ന് വെച്ചാൽ ഹൃദയത്തിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യണം, അത് മരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് രക്ഷിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ അറിയാൻ പറ്റി. അതോടൊപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തീർന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ ക്യാമ്പിൻ്റെ ഊർജ്ജവും ആവേശവും കൊണ്ടാണ് ഈ ക്യാമ്പ് സമാപിക്കുന്നത്.
കാരണം ഒരുപാട് പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ട്, പുതിയ ആശയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവേശത്തിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് തന്നെ നമ്മൾ മാറും അല്ലേ? ഓക്കെ, അപ്പോൾ ക്യാമ്പിൽ നിന്നും ജെ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ജിതിനൊപ്പം അഫ്ലേ.